ഇതുപോലൊരു സിമ്പിളായിട്ട് അട ഉണ്ടാക്കിയാലോ. കുഴച്ച് ബുദ്ധിമുട്ടണ്ട, നമ്മൾ പരത്തി കഷ്ടപ്പെടേണ്ട, ഒന്നും ചെയ്യണ്ട. വെരി സിമ്പിൾ. അതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ആവാം. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ്. അതിലോട്ട് മധുരത്തിന് ശർക്കരപ്പൊടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. അതിലേക്ക് ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് അരച്ചെടുക്കാം. ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു. ഇതിലേക്ക് 1 തവി മൈദ, 1 തവി അരിപ്പൊടി ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വാഴയില വെച്ച് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് പരത്തി കൊടുക്കണം. കട്ടി കുറച്ച് മതി, ഒഴുകിയൊന്നും പോകത്തില്ല, നന്നായിട്ടിരിക്കും. ഇത് നന്നായിട്ട് ഉണ്ടോ, എത്രയും വലുപ്പത്തിൽ വേണം ആ ഒരു വലുപ്പത്തിൽ നമുക്ക് പരത്താം. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് മധുരം, പഴത്തിൻ്റെയൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഇത് മടക്കി നമുക്ക് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. പഴത്തിൻ്റെ ആ ഒരു കാറൽ ചൊവയൊന്നും അറിയാനില്ല. എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.